അടുത്ത സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ഒരിക്കൽ കൂടി അതെങ്ങനെയാണെന്ന് പറയാം. സോ ഹ്യൂമൻ ബീയിങ്സിലും എന്താണ് മെയിൽ ഹെറ്ററോഗാമറ്റിയാണ് സൂചിപ്പിക്കുന്നത്. സോ അവിടുത്തെ ക്രോമസോമുകൾ നമുക്കറിയാം 46 ക്രോമസോമാണുള്ളത്, 23 പേരാണ്. സോ അതിൽ ഓട്ടോസോംസും ഉണ്ട്, സെക്സ് ക്രോമസോം ഉണ്ട്. ഓട്ടോസോംസ് ആൻഡ് എല്ലോസോം അല്ലെങ്കിൽ സെക്സ് ക്രോമസോം. അത് ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ 44 ഓട്ടോസോംസും അതുപോലെ പെയർ ഓഫ് സെക്സ് ക്രോമസോം. ഫീമെയിൽ ആണെങ്കിൽ XX. നമ്മൾ ഡ്രോസോഫിലയിൽ പറഞ്ഞത് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, ജസ്റ്റ് ക്രോമസോമിൻ്റെ നമ്പറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അവിടെ 6 ഓട്ടോസോംസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 44 ഓട്ടോസോംസ് ആണെന്നുള്ളത്. സോ 44 ഓട്ടോസോംസും അതുപോലെ XS ഫീമെയിൽ ക്രോമസോം, സെക്സ് ക്രോമസോം. അതുപോലെ മെയിൽ ആണെന്നുണ്ടെങ്കിൽ 44 ഓട്ടോസോം, XY മെയിൽ സെക്സ് ക്രോമസോം, എക്സും വൈയും ടൈപ്പ് മെയിൽ സെക്സ് ക്രോമസോം. ഇനി അതിൻ്റെ ഗാമറ്റുകൾ എടുത്ത് എഴുതുമ്പോൾ അതിൻ്റെ ഹാഫായിട്ട് വരുന്നു. 44 എന്നുള്ളത് 22. സോ 22 ഓട്ടോസോംസും ഇതിനെ ഒരെണ്ണത്തിനെ മാത്രമേ നമ്മൾ എഴുതുള്ളൂ. വീണ്ടും നമ്മൾ പറഞ്ഞിരുന്നു 22 ഓട്ടോസോംസ് പ്ലസ് എക്സ്, വീണ്ടും 22 ഓട്ടോസോംസ് പ്ലസ് എക്സ്, രണ്ടും വേണമെങ്കിൽ എഴുതാം, ഒന്നിനെ മാത്രം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുള്ളൂ. കാരണം ഇത് രണ്ട് വന്നാലും ഒരു ക്രോമസോം തന്നെ വരാൻ സാധ്യതയുള്ളൂ, ഫീമെയിൽ എക്സ്. സോ എക്സ് ക്രോമസോം. അതുപോലെ ഇവിടെയാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട്, 22 ഓട്ടോസോംസ് പ്ലസ് എക്സ്, അതുപോലെ 22 ഓട്ടോസോംസ് പ്ലസ് വൈ. എക്സും വൈയും രണ്ട് ടൈപ്പ് ഗാമറ്റുകൾ, മെയിൽ 2 ടൈപ്പ് ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേസമയം ഇവിടെ എഗ്ഗ് ഒരു ഫീമെയിൽ ഒരു ടൈപ്പ് ഗാമറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, എക്സ് മാത്രം. മെയിലാണെങ്കിൽ എക്സ് ടൈപ്പ് വൈ ടൈപ്പ് ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി അത് ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ ഗാമറ്റുകൾ എന്ത് സംഭവിക്കുന്നു? ക്രോമസോം നമ്പർ റീഗെയിൻ ചെയ്യുന്നു. ഈ പറഞ്ഞ 22 + 22 44 ഓട്ടോസോം. ഈ എക്സ് ക്രോമസോമാണ് ഫീമെയിലിലെ എക്സ് ക്രോമസോം, മെയിലിലെ എക്സ് ക്രോമസോമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറുന്നു? ഫീമെയിലായിട്ട്. അതായത് ഫീമെയിലിലെ എഗ്ഗ് ക്യാരി ചെയ്യുന്ന ഈ എക്സ് ക്രോമസോം, മെയിലിലെ സ്പേം ഈ എക്സ് ഗാമേറ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഈ എക്സ് ക്രോമസോം ക്യാരി ചെയ്യുന്ന ആ സ്പേമിലെ എക്സ് ഗാമേറ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ് ക്രോമസോമാണ് ആ സ്പേമിലുള്ളതെന്നുണ്ടെങ്കിൽ, എക്സ് ആണ് വരുന്നുണ്ടെങ്കിൽ അത് നാച്ചുറലി ഫീമെയിലായിട്ട് വരുന്നു. അതേസമയം സ്പേമിൻ്റെ ക്യാരി ചെയ്യുന്നത് വൈ ക്രോമസോം എന്ന് പറയുന്നത്. സോ സ്പേം അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമറ്റ് വൈ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വൈ ക്രോമസോം ആണ് എന്നുണ്ടെങ്കിൽ, അത് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ എക്സും വൈയും കൂടി ചേർന്നത് മെയിലായിട്ട് മാറുന്നു. സോ എവിടെ നോക്കിയാലും നമ്മളിപ്പോൾ പറഞ്ഞതിലൊക്കെ 50% ഫീമെയിൽ ആവാനും 50% മെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. സോ മെയിലിൽ നിന്ന് വരണ ഐദർ എക്സ് ക്രോമസോം ഓർ വൈ ക്രോമസോം. എക്സ് ക്രോമസോം ആണെന്നുണ്ടെങ്കിൽ അത് ഫീമെയിലായിട്ട് വരുന്നു, വൈ ക്രോമസോമാണ് ആ സ്പേം ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെയിലായിട്ട് മാറുന്നു. സോ ഇതും എന്താണ്? മെയിൽ ഹെറ്ററോഗാമറ്റി ലൈക്ക് ഡ്രോസോഫില. ജസ്റ്റ് ക്രോമസോം നമ്പറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ബിക്കോസ് അവിടെയും എന്താണ്? XY ടൈപ്പാണ്, ഇവിടെയും XY ടൈപ്പാണ്. ആ മെയിലിൽ നിന്ന് വരുന്ന ക്രോമസോമാണ് അത് ഓഫ്സ്പ്രിങ് മെയിൽ ആവാനാണോ ഫീമെയിൽ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അത് തന്നെ 50% ഫീമെയിൽ ആവാനും 50% മെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് XY ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ്.